ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. അപ്പോൾ ഡിസംബർ മാസമാണ്, ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് കേക്ക്സ് ആണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേക്ക്സ് ഹോൾസെയിൽ രീതിയിൽ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുന്നൊരു ഷോപ്പിലേക്കാണ്. പുത്തൂരാണ് ഷോപ്പ് വരുന്നത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കേക്ക് ഫാക്ടറി എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പോൾ നമുക്ക് അവിടുത്തെ കേക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് കേക്ക് ഫാക്ടറിയുടെ ഓണേഴ്സ് ആയിട്ട് വരുന്നത്. ചേച്ചിയുടെ പേര് ഇന്ത്യ, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷമാണ് ഇവിടെ ഓപ്പൺ ആയത്. അതിന് മുന്നേ ഇവർ വീട്ടിലൊരു സംരംഭമായിട്ട് ആരംഭിച്ചായിരുന്നു. ഇപ്പോൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു ഷോപ്പിൽ തന്നെയായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന രണ്ട് കപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം. ഏതൊക്കെ തരത്തിലുള്ള കേക്കുകൾ എല്ലാ ദിവസവും അവൈലബിൾ ആണോ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഓണേഴ്സ് തന്നെ സംസാരിക്കട്ടെ. ചേച്ചി, ഇവിടെ എല്ലാ ദിവസവും ക്രീം കേക്ക്സ് എല്ലാം അവൈലബിൾ ആണല്ലേ? സൺഡേ ഉണ്ടോ? അതെ, അത് എല്ലാ ഓർഡർ അനുസരിച്ചുള്ള കേക്കുകൾ ചെയ്യും. മുൻകൂട്ടി ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടായിരിക്കും. സ്പാനിഷ് ഡിലൈറ്റ്, റെഡ് ബീ, ബ്ലാക്ക് ഫോറസ്റ്റ്, അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച്, ഇതൊക്കെ കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ആണല്ലേ. പിന്നെ അല്ലാതെയും ഇവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പൊ പെട്ടെന്ന് വന്ന് വാങ്ങുന്നവർക്കാണെങ്കിലും ഇവിടെ ഷോപ്പ് എന്തായാലും ഉണ്ടാവൂലേ? അതുപോലെ ക്രിസ്മസ് കാലമായ മാത്രമാണോ ഈ പ്ലം കേക്ക്സ് ഇവിടെ ഉണ്ടാക്കുന്നത്? കൂടുതലും നമുക്ക് ആ ഒരു ടൈമിലാണ് പോകുന്നത്. പ്ലം പുഡിംഗ്, ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ്, പിന്നെ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നട്ട് പ്ലമ്മിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ എക്സോട്ടിക് പ്ലം, നല്ല പ്രീമിയം ക്വാളിറ്റി കസ്റ്റമേഴ്സിന്. ഇതിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ സ്റ്റോക്കിംഗ് വർഷം മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മളൊരു 3 വർഷം മുന്നേ തന്നെ ചെയ്ത സ്റ്റോക്കുകളുണ്ടല്ലേ? അത് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ വെച്ച് ചെയ്യുന്നത്. എക്സോട്ടിക് ഒക്കെ ചെയ്യുന്നത് പ്യുവർ ബട്ടറിലും പിന്നെ ഈ 3 വർഷം വിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലാണ് ചെയ്യുന്നത്. ടേസ്റ്റും എല്ലാം ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ക്വാളിറ്റി നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ഒറ്റ പ്രിസർവേറ്റീവ് ഇവിടെ നമ്മൾ ചേർക്കുന്നില്ല. മെയിൻ ആയിട്ട് അതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കേക്കിന് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 20 ദിവസം വരെയൊക്കെയാണ് കിട്ടുള്ളൂ. പ്ലം കേക്കിന്റെ അത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതവിടെ 1 വർഷം മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇട്ടിട്ടുള്ള പ്ലം കേക്കാണ് കേട്ടോ. പ്ലം കേക്ക് മേക്ക് ചെയ്യുന്ന വീഡിയോയ്ക്ക് നമുക്ക് പോകാം. പ്ലം കേക്ക്സ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ടീ കേക്ക്സ് ആൻഡ് പുഡിംഗ് കേക്ക്സ് അവൈലബിൾ ആണ്. അതെല്ലാം ഇവിടെ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. നമ്മളവിടുന്ന് അവരുടെ പ്ലം കേക്ക്സും അതുപോലെ തന്നെ പുഡിംഗ് കേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കിഡിലൻ ടേസ്റ്റാണ്. വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ആർക്കാണെങ്കിലും വളരെ വിശ്വസിച്ച് കഴിക്കാൻ സാധിക്കുന്ന അടിപൊളി കേക്ക് തന്നെയാണ് അവരോട് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ള വലിയ ഷോപ്പുകളിൽ നിന്നെല്ലാം വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റും നമുക്കവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആണെങ്കിലും ഫ്ലോർ ആൻഡ് അതർ കേക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമാണ് അവരോട് യൂസ് ചെയ്യുന്നത്. പുഡിംഗ് കേക്കിൽ മാത്രമാണ് അവരവിടെ ഓയിൽ യൂസ് ചെയ്യുന്നത്. അത് നോർമൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ബാക്കി പ്ലം കേക്ക്സ്, ബാക്കി എല്ലാ ടീ കേക്ക്സ് എല്ലാത്തിലും അവർ പ്യുവർ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അറ്റ് എ ടൈമിൽ 1 kg ഒരു 20 നമ്പർ ഓഫ് കേക്ക്സ് എല്ലാം അറ്റ് എ ടൈമിൽ കുക്ക് ചെയ്ത് വരുന്ന ഓവനാണ് അവരോട് യൂസ് ചെയ്യുന്നത്. ഇതിനേക്കാട്ടിലും വലിയ മെഷീനറീസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ സീസണിലായതുകൊണ്ട് അവർക്കത് എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് 2 ഡേയ്സിനുള്ളിലൊക്കെ അത് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി ഹൈ സ്കെയിലുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. വളരെ ഭംഗിയുള്ള ക്വാളിറ്റി പാക്കിംഗ് തന്നെയാണ് അവരുടെ കേക്ക്സിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് എല്ലാ പ്ലം കേക്ക്സിനും അവരോട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇവരുടെ ക്രീം കേക്ക്സിനെ പറ്റി പറയാനാണെങ്കിൽ മൈദ യൂസ് ചെയ്തിട്ടല്ല അവരിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ടാണ് ക്രീം കേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ എല്ലാ തരത്തിലുള്ള എല്ലാ ഫ്ലേവറിലുള്ള ക്രീം കേക്ക്സും അവരോട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും അതുപോലെ തന്നെ എല്ലാ വലിയ ബേക്കേഴ്സിനും ലഭിക്കുന്ന എല്ലാ തരം ക്രീം കേക്ക്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അവരോട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത് പൈനാപ്പിൾ കേക്കായിരുന്നു.
അത് ഐസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ആക്ച്വലി നമ്മളിത് ചെയ്തതിന് ശേഷം ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു 5 to 6 hours ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ 5 to 6 hours ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ പൂർണ്ണ ടേസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്ത കേക്ക് മാറുള്ളൂ കേട്ടോ. ക്രീം കേക്ക്സിൽ തന്നെ കോംബോസും അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കപ്പ് കേക്ക്സ് ആൻഡ് അതർ സൂപ്പർ ഹീറോ കേക്കുകൾ, നമുക്ക് ഏത് തരം കേക്ക് പറഞ്ഞാലും അവർ കസ്റ്റമൈസ് ചെയ്ത് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റീറ്റെയിലും മാത്രമല്ലാതെ ഹോൾസെയിലും കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ റേറ്റിലും അതുപോലെ വ്യത്യാസം ഉണ്ടാവില്ലേ? ഹോൾസെയിലും ഹോൾസെയിൽ റേറ്റ് വ്യത്യാസമുണ്ട്, റീറ്റെയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നവർക്കാണ് നല്ല റേറ്റ് വ്യത്യാസത്തിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വ്യത്യാസത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബൾക്കായിട്ട് കൂടുതൽ എടുക്കാറുള്ളത് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും? നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നത് കുടുംബശ്രീയിൽ നിന്ന് വന്നിട്ടുണ്ട്, സംഘങ്ങൾ, കുടുംബശ്രീകൾ അവരെങ്ങനെ ഒരു 15-20 എടുക്കുന്നുണ്ടാവില്ല? 15-20 മുകളിലൊക്കെ എടുക്കാറുണ്ട്. അവർക്കൊക്കെ നമ്മൾ റേറ്റ് വ്യത്യാസത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ത്രൂ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ 1000 കേക്ക് തന്നെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ് കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോയ സമയത്ത് ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരു പീസ് എടുത്ത് കഴിക്കാനാണ് പോകുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ക്വാളിറ്റി നമുക്ക് ഓരോ ബൈറ്റിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സൂപ്പർ. ഈ ക്രിസ്മസിന് മാധുര്യമേകാൻ അപ്പോൾ എല്ലാവരും കേക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യുക. അവർ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കേക്ക്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ.